ഗസ പദ്ധതി ഒരു നിർദ്ദേശം മാത്രമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പദ്ധതി അടിച്ചേൽപ്പിക്കില്ല. US ഫണ്ട് വാങ്ങുന്ന ഈജിപ്തും ജോർദാനും ഫലസ്തീനികളെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നും ട്രംപിന്റെ പിൻവാങ്ങൽ നെതന്യാഹുവിനും ഇസ്രായേലിനും തിരിച്ചടിയാകും. അതേസമയം ഗസ വെടിനിർത്തൽ കരാർ പ്രകാരം നാളെ 6 ഇസ്രായേലി ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിക്കും. വിട്ടയക്കുന്ന ബന്ദികളുടെ പേരുവിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടു. പകരം ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന 602 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും. നാസർ വിശദാംശങ്ങൾ നൽകും. പ്രാദേശിക സമയം 9:30 മണിയോടുകൂടിയായിരിക്കും മോചനം നടക്കുക. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ആഴ്ച 3 പകരം 6 ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് നേതൃത്വം നേരത്തെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബന്ദികളെ മോചിതരാവുന്ന ബന്ദികളുമായി ബന്ധപ്പെട്ട അവരുടെ പേര് വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ ഹമാസ് നേതൃത്വം പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ 4 മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. അതിൽ തന്നെയും ഒരു വനിതയുടെ മൃതദേഹം അവരുടേതെല്ലാം അവരുടെ യഥാർത്ഥ മൃതദേഹം കൈമാറണം എന്നതുൾപ്പെടെയുള്ള ചില ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ആക്രമണം നടന്ന ഘട്ടത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട ഒരു ആക്രമണത്തിന്റെ ഭാഗത്തു നിന്ന് വിവിധ ശരീരാവശിഷ്ടങ്ങളാണ് ആ പേടകത്തിൽ തങ്ങൾ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആ കൊല്ലപ്പെട്ട ഒരു വനിതയുടെ ബോഡി തന്നെയാണ് എന്ന് അവരുടെ ശരീര ഭാഗങ്ങൾ കൂടി അതിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒരു നിമിഷം ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് മാറ്റി കണക്ട് ചെയ്യാൻ വേഗം. ഗസ പദ്ധതി ഒരു നിർദ്ദേശം മാത്രമാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം. ഗസയിൽ നിന്ന് ഗസ നിവാസികളെ പൂർണ്ണമായും തുടച്ചു നീക്കണം, അവിടെ മറ്റു പ്ലാനുകളിലേക്ക് പൂർണ്ണമായും മറ്റു പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള പ്രതികരണം. നാസർ തുടരുന്നുണ്ട്. ഇനി ട്രംപിന്റെ പുതിയ പ്രതികരണത്തിലേക്ക് വന്നാൽ, ഗസ പദ്ധതി ഒരു നിർദ്ദേശം മാത്രമാണെന്നാണ് ട്രംപ് പറയുന്നത്. പദ്ധതി അടിച്ചേൽപ്പിക്കില്ല. US ഫണ്ട് വാങ്ങുന്ന ഈജിപ്തും ജോർദാനും ഫലസ്തീനികളെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നൊക്കെ ട്രംപ് പുതുതായി പറയുകയാണ്. ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്താണ്? എങ്ങനെ കാണണം ഈ ട്രംപിന്റെ പുതിയ പ്രതികരണത്തെ? സൈഫുദ്ദീൻ, നേരത്തെ ഉള്ളതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ആദ്യം പറഞ്ഞു ഗസ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും, അതുമാത്രമല്ല ഈ ഫലസ്തീനികളെ 21 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികളെ ജോർദാനും ഈജിപ്തും സ്വീകരിക്കണം. ഗസയിൽ തനിക്ക് മറ്റ് ചില റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളുണ്ട്, ആ പദ്ധതികളുമായി മുന്നോട്ട് പോകും. ഗസയിൽ ഫലസ്തീനികൾക്ക് ഒരിക്കലും തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു പ്രകോപനപരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള നിലപാടിൽ നിന്ന് പൂർണ്ണമായിട്ടും ട്രംപ് മലക്കം മറിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ തന്നെ സൗഹൃദ രാജ്യങ്ങൾ, ഈ മേഖലയിലുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കടുത്ത നിലപാട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് മാറ്റത്തിന് ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നാണ് ബോധ്യപ്പെടുന്നത്. കാരണം ഈജിപ്തും അതോടൊപ്പം തന്നെ ജോർദാനും തുടക്കം മുതൽ തന്നെ ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന ഒരു നിലപാട് അറിയിച്ചു. കാരണം ഫലസ്തീനികളെ ഉൾക്കൊള്ളാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഈ 2 രാജ്യങ്ങളും പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ട്രംപ് ഉദ്ദേശിച്ച പദ്ധതി നടപ്പിലാവില്ല എന്ന് ബോധ്യപ്പെട്ടു. അത് മാത്രമല്ല US സ്റ്റേറ്റ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ US പശ്ചിമേഷ്യൻ പ്രതിനിധിയും നടത്തിയ മേഖലാ സന്ദർശനത്തിലും വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് ട്രംപിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്റെ ബിസിനസ് താല്പര്യങ്ങൾ കൂടി ഒരു പക്ഷേ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പിണക്കി നിർത്തി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ മുന്നോട്ട് വെച്ചത്. കേവലം ഒരു നിർദ്ദേശം മാത്രമാണ്, ഏതെങ്കിലും അർത്ഥത്തിൽ ആ പദ്ധതി അടിച്ചേൽപ്പിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗസക്കെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണത്തിന് ഒരുങ്ങുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ട്രംപിന്റെ ഈ മലക്കം മറിച്ചിൽ. അതുകൊണ്ട് തന്നെ ഇനി ഈ ബന്ദികളെ ജീവനോടുകൂടി തന്നെ വിട്ടുകിട്ടണമെങ്കിൽ ഈ കരാറിന്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലായിരിക്കും ഇനി ഇസ്രായേൽ ഏർപ്പെടുക. അല്ലാതെ മറ്റൊരു നീക്കം നടത്തുകയാണെങ്കിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് അത്രയും ഒരു തുറന്ന പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തന്റെ ഗസ പദ്ധതിയിൽ നിന്ന് ട്രംപ് ഏറെക്കുറെ പിൻവാങ്ങുന്നതിന്റെ ഒരു സൂചന മാത്രമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. സൈഫുദ്ദീൻ, ട്രംപ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയ സ്ഥിതിക്ക് ഇനി GCCയുടെ ഒരു ബദൽ പദ്ധതി അടക്കം അവരുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ GCC കൗൺസിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ അറബ് രാജ്യങ്ങളുടെ ഒരു പുതിയ നിലപാട് എന്തായിരിക്കും?
സൈഫുദ്ദീൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ യുക്രൈൻ യുദ്ധം എന്ത് വില കൊടുത്തും, കാരണം പ്രത്യേകിച്ച് യുക്രൈന്റെ ഒരു താല്പര്യങ്ങൾ പോലും പിന്നെ അത് പരിഗണിക്കാതെ റഷ്യയുമായി ചേർന്നുകൊണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം തന്നെ ഗസയിൽ വീണ്ടും ഒരു ആക്രമണത്തിലും ഒരു തുറന്ന യുദ്ധത്തിലേക്കും പോകുന്നതിനോട് പോലും ഒരുപക്ഷെ ട്രംപിന് താല്പര്യമില്ല എന്നുകൂടിയാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ പോലും ഇസ്രായേലി താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ ട്രംപ് ഭരണകൂടത്തിനോ അമേരിക്കൻ വിദേശകാര്യ വകുപ്പിനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെയും താല്പര്യങ്ങളും സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കോംപ്രമൈസ് ഫോർമുല അതും നിർബന്ധമായിട്ടും വേണ്ടിവരും. പ്രത്യേകിച്ച് ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ളത് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഹമാസിന്റെ ഒരു പൂർണ്ണ മേധാവിത്വത്തിൽ, പൂർണ്ണ നിയന്ത്രണത്തിൽ അത് നടത്തുന്നതിനോട് ഒരിക്കൽ പോലും ഇസ്രായേൽ നേതൃത്വമോ അമേരിക്കയോ പിന്നെ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങളുമായി നടന്നിരിക്കുന്ന ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുവേദി, പലസ്തീൻ അതോറിറ്റിയോ ഹമാസോ അല്ലാത്ത ഒരു പൊതുവേദി അറബ് രാജ്യങ്ങളുടെ കൂടി പങ്കാളിത്തത്തിൽ രൂപം നൽകുക, ആ ഒരു വേദിക്ക് കീഴിൽ ഈ ഗസയുടെ പുനർനിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു നിർദ്ദേശമായിരിക്കും മിക്കവാറും ഈ അറബ് ലീഗ് നേതൃയോഗം കൈക്കൊള്ളുക. അതിന്റെ ഒരു പ്രാരംഭ ചർച്ചകളാണ് ഇന്നിപ്പോൾ റിയാദിൽ നടന്നിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ ഒരു നിലപാട് മാറ്റം ഈ മേഖലയിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന വലിയ ആശങ്ക ഒഴിയുന്നതിന്റെ ഒരു സൂചന കൂടിയായി നാം വിലയിരുത്തേണ്ടതുണ്ട്. സൈഫുദ്ദീൻ. ശരി, MC നാസറാണ് ദുബായിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.